ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നാണ് നൂഡിൽസ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് പിന്നെ അതിനകത്ത് വെജിറ്റബിൾസൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആട്ടയിൽ വെച്ചുള്ള നൂഡിൽസാണ്. ഇത് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. പിന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകും. ഹെൽത്തി ആയതുകൊണ്ട് നമുക്കിത് വിശ്വസിച്ച് കുട്ടികളെ കഴിപ്പിക്കാം. അപ്പോൾ ഈ ആട്ട ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത് നമുക്ക് സാധാരണ ചപ്പാത്തിക്കുള്ള ആട്ട കുഴക്കത്തില്ലേ, അതേമാതിരി നമ്മളിത് കുഴച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഒരിത്തിരി നെയ്യ് പുരട്ടി വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിന് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഇതുപോലെ തന്നെ. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആട്ട കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടി വെച്ചാൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഈ സേവനായിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണത്. അപ്പോൾ ഞാനിത് രണ്ടാമതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ നൂഡിൽസ് ഈ ആട്ട കുഴച്ചത് സേവനായിലൂടെ ഇടാൻ. അതിനകത്ത് നമ്മൾ ഈ സാധാരണ ഇടിയപ്പത്തിന് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ. നമ്മൾ ആട്ട ഇതിലോട്ട് ഇടുന്നതിൻ്റെ മുമ്പേ ഈ പാത്രത്തിൽ ഈ സേവനാഴിയുടെ ഉള്ളിൽ നമ്മൾ കുറച്ച് അതിൻ്റെ എഡ്ജിൽ ഒക്കെ എണ്ണ തൂത്ത് കൊടുത്താൽ ഈ ആട്ട ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമുക്ക് കഴുകാനും എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ആട്ട ഇടാൻ പോവാണ്. നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ വെച്ചേക്കുന്ന ഈ പ്ലേറ്റ് ഇത് ഏറ്റവും ചെറിയ ഹോളുള്ളതാണ് ഞാൻ ഇപ്പം വെച്ചേക്കുന്നത്. നമുക്ക് ഈ സേവനാഴിയിൽ കുറേ പ്ലേറ്റ്സ് അതിൻ്റെ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ ഉള്ളതാണ് ഞാൻ ഈ പ്ലേറ്റ് ഇട്ടേക്കുന്നത്. ഇതിലും വലിയ ഹോളുള്ളത് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് ഇടേണ്ടത്. വെള്ളം നമ്മൾ നല്ലോണം എടുക്കണം. അതായത് നമ്മൾ ഇടുന്ന ഈ ആട്ട അതിലോട്ട് നൂഡിൽസ് അതിലോട്ട് നല്ലോണം ഡിപ്പ് ചെയ്ത് കിടക്കണം, മുങ്ങിക്കിടക്കണം അതിനകത്തോട്ട്. ഇത് നമുക്കിനി ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി, അത്രയും മതിയാകും.
ഇനി നമുക്ക് ഈ നൂഡിൽസ് സാധാരണ നമ്മളുടെ നോർമൽ വെള്ളമില്ലേ നമ്മുടെ വീട്ടിലെ ആ വെള്ളത്തിലോട്ട് ഇതങ്ങോട്ട് ഇടണം കുറച്ച് നേരത്തേക്കിന്. ഒരു വെള്ളത്തിൽ വെറുതെ ഒന്ന് ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇതെന്തിനാന്ന് വെച്ചാൽ അത് നൂഡിൽസ് ഇങ്ങനെ ഒട്ടാതിരിക്കും. അന്നേരം നമുക്കിങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇത് നമ്മൾ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലോട്ട് ആ നോർമൽ നമ്മുടെ വെള്ളത്തിലോട്ട് ഇടുന്നത്. ഇനി ഇതെടുത്തതിന് ശേഷം ഇനി നമ്മൾ നോർമലി എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാറുള്ളത് ആ രീതിയിൽ നമുക്കിത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞാൽ മാത്രം മതി. ഇത് കണ്ടോ ഒന്നൊന്നായിട്ട് കിടക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് മൈദയുടെ നൂഡിൽസും ഉണ്ടാക്കാം.